നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 119 സങ്കീർത്തനം 71 വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. അതിൻ്റെ 67 വാക്യം കൂടെ വായിക്കുന്നു. കഷ്ടതയിൽ ആകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. പിന്നാലെ 2 വാക്യങ്ങളും ചിന്തിക്കാം. കഷ്ടത ശാപമാണെന്നും ദൈവവചനത്തിന് അത് വരികയില്ലെന്നും വ്യാപകമായി പഠിപ്പിക്കുള്ളത് നമുക്കറിയാമല്ലോ. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് നിരാശയും സന്താപവും ഉണ്ടാകത്തക്ക രീതിയിൽ ആ ചിന്താഗതി അവരെ തളർത്തിക്കളയുന്നതുമാണ്. എന്നാൽ കഷ്ടത എന്തുകൊണ്ടുണ്ടാകുന്നുവെന്നും അത് എന്തെന്നും ഒക്കെ നാം ചിന്തിച്ചു. അനവധി വാക്യങ്ങൾ, ഞാൻ സന്ദർഭത്തിന് മാത്രം ചിലത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ വാക്യങ്ങൾ വേദപുസ്തകത്തിലുടനീളം 100 കണക്കിന് വാക്യങ്ങൾ ഉദ്ധരിക്കുവാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിഷയത്തുള്ള ബന്ധത്തിൽ കൂടുതൽ അതിന് പ്രയോജകമായ വാക്യങ്ങൾ മാത്രമേ ഞാൻ ഉദ്ധരിക്കുന്നുള്ളൂ. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കഷ്ടത ഉണ്ട്, അല്ലെങ്കിൽ നാം കഷ്ടപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ദൈവജനം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് എന്തെങ്കിലും ഗുണം മറുവശത്തുണ്ടോ, അതോ അത് കോട്ടമോ നേട്ടമോ? ഞാൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നത് അത് നല്ലതിനാണെന്നാണ്. ദൈവവചനം വ്യക്തമായി പറയുന്നു, കഷ്ടതയിൽ ആകുമ്പോൾ അതുകൊണ്ട് അനവധി നന്മകൾ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സംഗതിക്കാൻ പറഞ്ഞതും നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. ഗുണമായി എന്നാണ് പറയുന്നത്. 67 വാക്യം നാം വായിച്ചു. കഷ്ടതയിൽ ആകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. അപ്പോൾ വചനത്തെ പ്രമാണിക്കുന്നു പറഞ്ഞാൽ കഷ്ടതയിലായതിനു ശേഷം ഞാൻ മടങ്ങി വന്നു, എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റമുണ്ടായി, ദൈവവചനത്തിന് അനുസരണമായി ജീവിപ്പാൻ എനിക്ക് സാധിക്കുന്നു. അപ്പോൾ കഷ്ടത കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ആത്മീയമായി എന്തൊക്കെയുണ്ട് എന്ന് ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ ആഴ്ച ഒരു വാക്യം ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും 1 പത്രോസ് 1 11 വാക്യം. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപ് കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ, അപ്പോൾ കഷ്ടത കഴിഞ്ഞ് അതിനോടങ്ങ് തീർന്നു പോകുകയല്ല, ഒരു മഹിമ പിന്നീടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു വാക്ക് വീണ്ടും ഉദ്ധരിക്കുന്നു. കഷ്ടത എത്ര കൂടുതലോ അതിന് ആനുപാതികമായി പിന്നീടുള്ള അനുഗ്രഹങ്ങൾ കൂടുതലായിരിക്കും. അനുഗ്രഹമെന്ന് ഞാൻ പറയുമ്പോൾ ദൈവത്തെ തെറ്റിദ്ധരിക്കരുത്. കുറേ പണം കൊടുക്കുന്നതാണ് അനുഗ്രഹം എന്ന ലോകത്ത് ഒരു പൊതു ചിന്താഗതിയുണ്ട്. അല്ല, അത് ഞാൻ അങ്ങോട്ട് പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകും. അതുകൊണ്ട് നിർത്തട്ടെ. പണമല്ല വിഷയം. എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ? കഷ്ടതയാൽ ദൈവത്തിന് എന്ത് അനുഗ്രഹം ഉണ്ടാകും, എന്ത് നന്മയുണ്ടാകും? ഒന്നാമത് യെശയ്യാപ്രവചനം 48 10 വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 48 കഷ്ടത കൊണ്ടുള്ള ഗുണങ്ങൾ. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെയല്ല താനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത്. കഷ്ടത കൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ ഗുണം ഇവിടെ രേഖപ്പെടുന്നു. 66 സങ്കീർത്തനം 10 വാക്യത്തിലും അതേ കാര്യം പറയുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ
നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. വെള്ളി എങ്ങനെ ശുദ്ധീകരിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കീടം നീക്കി അതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ദൈവത്തിലും കാണാം. 12-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ എന്ന് കാണാം. അപ്പോൾ ദൈവവചനത്തെ അവിടെ സാമ്യപ്പെടുത്തിയാണ് പറഞ്ഞത്. വെള്ളി എന്ത് ചെയ്യുന്നു? നിലത്ത് ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി. ഒറ്റ പ്രാവശ്യം കൊണ്ട് അത് ശുദ്ധമാകുന്നില്ല, 7 പ്രാവശ്യം. അങ്ങനെ വരുമ്പോൾ കഷ്ടത ജീവിതത്തിൽ നമ്മെ വിശുദ്ധരാക്കുവാൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് നമുക്ക് ഒത്തിരി നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചാൽ ശുദ്ധീകരിക്കപ്പെടുകയില്ല. ഇനി വേറൊന്ന്, വിശുദ്ധീകരണത്തിൻ്റെ ദൈവം ഉപയോഗിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കഷ്ടത. ഞാൻ യശയ്യാപ്രവചനത്തിൽ പറഞ്ഞ പോലെ, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ. അപ്പോൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നഷ്ടം അനുഭവിക്കുകയല്ല, കോട്ടം അനുഭവിക്കുകയല്ല, പിന്നെയോ ശുദ്ധീകരണത്തിലെ പ്രക്രിയയിൽ കൂടെ കടന്നു പോകുന്നു. യോബ് പറഞ്ഞായിരുന്നു, നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പോൾ മാത്രമല്ല, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. അതിൻ്റെ 6-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, നാനാ പരീക്ഷകളാൽ ഇപ്പോൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും സന്തോഷിക്കുന്നു. അപ്പോൾ നാനാവിധമായ കഷ്ടതകൾ വിശ്വാസിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ആ വ്യക്തിയെ നശിപ്പിക്കാനല്ല, പിന്നെ ശുദ്ധീകരിക്കുകയാണ്. അല്ലെങ്കിൽ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ മാനസാന്തരവും ഏറ്റുപറച്ചിലും ശുദ്ധീകരണവും ഒക്കെ വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അല്ലെങ്കിൽ ഏറ്റവും ധന്യമായ സമയമാണ് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം അത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചല്ലോ, കഷ്ടതയിൽ അകപ്പെടുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴും നിന്റെ വചനം പ്രമാണിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിലെങ്കിലേക്ക് മടങ്ങി വരുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവ ഇഷ്ടം ആരായുന്നു, ദൈവസ്ഥലം മാനസാന്തരപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴേ എത്ര ഭാഗ്യകരമാണ്. മാത്രമല്ല, എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ വായിച്ചാലും ഇത് തന്നെ നമുക്ക് കാണാം. ജലപ്രകാരമുള്ള പിതാക്കന്മാർ തങ്ങൾക്ക് തോന്നിയവണ്ണവും അല്പകാലത്തേക്ക് ശേഷിച്ചത്. എന്നാൽ ഞാൻ ആ വാക്യം തന്നെ വായിക്കാം. അവർ ശേഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും ഇവിടെ പറയുന്നു, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, കർത്താവായ യേശുവിൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന് അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ഗുണത്തിനായിട്ട് അത്രേ ശിക്ഷിക്കുന്നത്. ബാലശിക്ഷകളിൽ കൂടെ, പ്രയാസങ്ങൾ കൂടെ, പ്രതികൂലങ്ങളിൽ കൂടെ, എതിർപ്പുകൾ കൂടെ, പോരാട്ടങ്ങൾ കൂടെ, നിന്ദകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ, രോഗാവസ്ഥയിലൂടെ, മനുഷ്യസാധ്യമല്ലാത്ത പല വിഷമസന്ധികളിലൂടെല്ലാം കർത്താവ് നമ്മെ കടത്തിവിടുമ്പോൾ, അത് ജീവിതത്തിൽ സംഭവിക്കുവാൻ അനുവദിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അതെല്ലാം നമ്മുടെ ഗുണത്തിനായി അവൻ അനുവദിക്കുന്നു. മാത്രമല്ല, അതിൻ്റെ 11-ാം വാക്യം, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രയും തോന്നും. തീർച്ചയായിട്ടും കഷ്ടത വരുമ്പോൾ കണ്ണുനീരും വേദനയും ദുഃഖവും എല്ലാം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, താങ്ങാവുന്നതിനപ്പുറമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോവാം. പക്ഷേ പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക്
നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതിനാൽ അഭ്യാസം വന്നവർക്ക്, അതിനാൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. കഷ്ടത നടുവിൽ കലക്കവും വേദനയും പ്രാസവും ഒക്കെ ആയാലും പിന്നത്തേതിൽ അത് വളരെ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ശുദ്ധീകരണത്തിന് ജീവിതത്തിലെ ഏറ്റവും നല്ലതായി ഉള്ള അനുഭവമാണ് കഷ്ടത. അല്ലെങ്കിൽ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിനാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്. നമ്മെ അവൻ മനത്തോടൊരു ജലസ്ഥാനത്തിൽ വെടിപ്പാക്കി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുന്നതിന് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. എങ്ങനെ? കറാ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ. എഫെസ്യർ 5-ാമത്തേതിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മെ നിർത്തുവാൻ യേശു കഷ്ടം സഹിച്ചത്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മെ വിശുദ്ധരാക്കാൻ. നമ്മൾ ചോദിക്കുന്നതെല്ലാം, ഇന്നത്തെ ആളുകൾ പറയുന്ന പോലെ ചോദിക്കുന്നതെല്ലാം തന്ന് നമുക്ക് തോന്നിയ വഴിയിൽ നമ്മെ വിട്ടാൽ നാം ഒരിക്കലും അവൻ്റെ വിശുദ്ധി പ്രാപിക്കത്തില്ല. ഇവിടെ ഇബ്രാഹിത്തിൽ പൗലോസ് പറഞ്ഞത്, ജലപ്രകാരമുള്ള പിതാക്കന്മാർ ശിക്ഷിച്ചു. എന്തിന് നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൽ എന്തിന് കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നു, എന്തിനെ ശാസിക്കുന്നു, എന്തിനെ ശിക്ഷിക്കുന്നു? മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമ്പോൾ, അവരുടെ ധാരയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷയ്ക്ക് വിഘ്നം വരുമ്പോഴാണല്ലോ ശിക്ഷിക്കുന്നത്. ആ ശിക്ഷിക്കുന്നത് അവരെ കറക്റ്റ് ചെയ്യാനാണല്ലോ. അങ്ങനെയെങ്കിൽ ആത്മാക്കളുടെ പിതാവായവൻ നമ്മെ ചില സാഹചര്യം കൂടെ നടത്തുമ്പോൾ അത് തള്ളിക്കളഞ്ഞതല്ല, പിന്നെയോ ജീവിതത്തിലേക്കും നമ്മുടെ ശുദ്ധീകരണം സംഭവിക്കുന്ന, അല്ലെങ്കിൽ വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നമ്മുടെ പ്രകാശനത്തിന്, നമ്മുടെ പ്രയോജനത്തിന് ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്, കഷ്ടത കൊണ്ടുണ്ടാകുന്ന പ്രധാന ഗുണം നമ്മുടെ വിശുദ്ധീകരണമാണ്. വിശുദ്ധിയിൽ തികഞ്ഞവരായി നിൽക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത് ജീവിതത്തിലെ കഷ്ടതയാണ്. അതിനെ നാം ആ നിലയിൽ കണ്ട് പരിശീലനത്തോടെ, അല്ലെ ആത്മീയ പരിശീലനത്തോടെ നാം നിന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരും, ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠമായി തീരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിൽ കൂടെ കർത്താവിനെ കടത്തിവിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ വളരെ വേദനയും വളരെ മനപ്രയാസവും വളരെ ദുഃഖവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം, നിന്ദ, അപവാദം, രോഗം, ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ. മക്കളെപ്പോലെ സ്നേഹിച്ചിരുന്നവർ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ശത്രുക്കളായി അപവാദം പറഞ്ഞ് നടക്കുന്ന സാഹചര്യങ്ങൾ. ഇറ്റേത് ആവശ്യം പറഞ്ഞ പോലെ കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂടെ മരിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തവർ കൂട്ടത്തോടെ പോയിവിട്ടാലും എന്താണെന്ന് പറഞ്ഞ പോലെ പാടിയതുപോലെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഭൂരിപക്ഷവും അവിശ്വാസികളിൽ നിന്നല്ല, പിന്നെയോ വിശ്വാസികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ധാരാളം. കൃപയാൽ അവയുടെ എല്ലാ നടുവിൽ കഴിഞ്ഞ 84 വർഷം കർത്താവിനെ നിർത്തി. 50 വർഷവും ശുശ്രൂഷയുടെ മോത്ത് കർത്താവ് നിർത്തി. മാത്രമല്ല, ആ സംഭവങ്ങളെല്ലാം എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിന്, കറ മാറ്റുന്നതിന്, എൻ്റെ സ്വഭാവത്തെ രൂപാന്തരത്തിന് പിന്നാലെ വരുന്നുണ്ട്. സ്വഭാവത്തെ രൂപാന്തരപ്പെടുന്നതിന് ആ സാഹചര്യങ്ങളെല്ലാം കർത്താവ് ഉപയോഗിച്ചു. ആകയാൽ കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിശ്വാസത്തിൻ്റെ പരിശോധന 1 പത്രോസ് 1:7 പറയുമ്പോൾ 4:12 പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അപൂർവ കാര്യം, ഇതൊന്നും അപൂർവമെന്നല്ല. ഇങ്ങനെ സംഭവിച്ചല്ലോ, അല്ല.
അത് അപൂർവ കാര്യമല്ല. പിന്നെയോ ദൈവം നിയമിച്ചത്. ദൈവത്തിന് പോലും എബ്രായലേഖനത്തിൽ നാം കാണുന്നല്ലോ, കഷ്ടങ്ങളാൽ അനുസരണം പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച തികഞ്ഞവനായി. അപ്പോൾ വിശുദ്ധീകരണത്തിന് ദൈവം ഇത് നിയമിച്ചു. ആകയാൽ കഷ്ടത ശാപമല്ല, കഷ്ടത കർത്താവിൻ്റെ നമ്മെ വിശുദ്ധരാക്കാനുള്ള, വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നടത്താനുള്ള ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി മാറും. നാം ഈ കാഴ്ചപ്പാടോടെ നമ്മുടെ കഷ്ടതയെ വീക്ഷിച്ചാൽ, പ്രതികൂല സാഹചര്യങ്ങളെ വീക്ഷിച്ചാൽ ഒരിക്കലും നാം നിരാശപ്പെടുകയില്ല, തളർന്നു പോവുകയില്ല. ഇന്ന് പലരും കഷ്ടതയുടെ മധ്യേ തളർന്നു പോകുന്നല്ലോ. സദൃശവാക്യം സന്ദർഭവശാൽ പറയട്ടെ, സദൃശവാക്യം 24-ാം അധ്യായം 10-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതിൽ പ്രകാരം പറയുന്നുണ്ട്, കഷ്ടകാലത്ത് നീ കൊഴിഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. കഷ്ടകാലത്ത് കൊഴിയുകയല്ല, ബലത്തോട് നിൽക്കുകയാണ് വേണ്ടത്. അത് സാധിക്കണമെങ്കിൽ കഷ്ടം അനുഭവിച്ച കർത്താവ് അവനെ പോലെ അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ എൻ്റെ ജീവിതത്തെ നടത്തുന്നതാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അത് മാത്രമല്ല, റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അവിടെ എന്ത് വന്നു? 3 കാര്യത്തോടെ പറയുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 3 കാര്യങ്ങൾ. കഷ്ടത സഹിഷ്ണുത ഉളവാക്കുന്നു, തന്മൂലം സിദ്ധതയുളവാകുന്നു, തന്മൂലം പ്രത്യാശ ഉളവാകുന്നു. സഹിഷ്ണുത. ഇന്ന് ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണല്ലോ. ആത്മീയ മണ്ഡലത്തിലും അത് തന്നെയാണല്ലോ നാം കാണുന്നത്. ഓട്ടൻ, നീ വിശ്വസിച്ചാൽ ഓട്ടനെ വെയിറ്റ് ചെയ്യാനോ ഒന്നിനും സമയമില്ലല്ലോ. എന്നാൽ ദൈവവചനം പറയുന്നു, ഈ ഒട്ടനെ നടക്കുന്നതൊക്കെ സാത്താന്യ പരിപാടിയാണ്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. ദൈവവചനം പറയുന്നു, കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തുണ്ടാകും? എന്താണ് അതിൻ്റെ ഗുണം? സഹിഷ്ണുത പരിശീലിക്കാൻ POCയിൽ അതിനെക്കുറിച്ച് എഴുതിയ സഹനശീലം, അതിജീവന ശക്തി, പെർസീവിയറൻസ്, കഷ്ടതയെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ, വിഷമങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, അതിൽ കൂടെ കടന്നു പോയിട്ട് അതിനെ അതിജീവിക്കാനുള്ള ശക്തി ആർജിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ അങ്ങ് ആവിയായി പോവുകയല്ല, അല്ലെങ്കിൽ ഒരു പ്രയാസമോ എന്തോ വന്നപ്പോഴേക്ക് അങ്ങ് ഇല്ലാതെയായി പോവുകയല്ല. പിന്നെയോ അതിനെ അതിജീവിക്കാൻ എൻഡ്യൂറൻസ്, കുറച്ചുകൂടെ നന്നായിട്ട് ഉള്ള പദാണ് എൻഡ്യൂറൻസ് ടെസ്റ്റ്. ചില വസ്തുക്കൾ ഒക്കെ, ഉദാഹരണം പറഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നടന്നിരുന്ന കാര്യമാണ്. കൊല്ലൻ്റെ ആലയിലോട്ട് നമ്മൾ പോയാൽ, അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിലോട്ട് നമ്മൾ പോയാൽ അവൻ ചെയ്യുന്നൊരു പണിയുണ്ട്. ഒരു ആയുധം ഉണ്ടാക്കും, വെട്ടുകത്തിയോ പിച്ചാത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവൻ ചെയ്യുന്ന പ്രക്രിയ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഒരു പ്രക്രിയയുണ്ട്. ഒരു ഇരുമ്പ് കഷ്ണം എടുത്തു, അതിനെ നല്ലോണം ചൂടാക്കും, നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിന് പഴുത്ത ഗ്ലോ ആയിട്ട് നിറം മാറും. നല്ലോണം പഴുത്ത് വരുമ്പോഴേ അത് എടുത്ത് ഒന്ന് അടിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് ഇപ്പുറത്തൊക്കെ 2 അടി അടിച്ചിട്ട് അവൻ വെള്ളത്തിലോട്ട് വെക്കും. വെള്ളത്തിൽ മുക്കുമ്പോഴേ ആ സാധനം പൊട്ടിപ്പോയാൽ എടുത്ത് ഊരക്കളയും. കാരണം അതിന് ടെമ്പറില്ല, അത് കൊള്ളത്തിലായതിന്. എന്നാൽ കുഴപ്പമില്ലെങ്കിൽ അത് വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെയും അവൻ പിന്നെയും എടുത്ത് അത് ചൂളയിൽ വെക്കും, പിന്നെയും ചൂടാക്കും. ബ്ലോവർ ശക്തിയായിട്ട് പ്രവർത്തിപ്പിച്ച് പിന്നെയും നല്ല ഗോൾഡൻ നിറമാകുന്ന രീതിയിൽ ചൂടാക്കും. പിന്നെയും എടുത്ത് അത് പഴുത്തിരിക്കുകയാണല്ലോ, എടുത്ത് 2-3 അടിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും. പിന്നെയും അത് വെള്ളത്തിൽ വെക്കും. ഇങ്ങനെയുള്ള പ്രക്രിയക്കൂടെ പല പ്രക്രിയ കഴിഞ്ഞാണ്
അത് ഒരായുധമായി വരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് ചൂടാക്കി, നല്ലോണം ചൂടാക്കി, അതിൽ പഴുപ്പിച്ചു, 2 അടി അടിച്ചിട്ട് വെള്ളത്തിലോട്ട് മുക്കിയാൽ ഉടനെ അത് പൊട്ടിപ്പോവുകയാണെങ്കിൽ അത് പിന്നെ കൊള്ളത്തില്ല, എടുത്തെറിഞ്ഞു. എന്നാൽ അത് അന്നേരം കുഴപ്പമില്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒന്നുകൂടെ അടിക്കും, കുഴപ്പമില്ല, അത് സാരമില്ല, ടെമ്പറുണ്ട്, ആ സാധനം പിന്നെ അവൻ ആയുധമാക്കി തരും. ഇതുപോലെ നമ്മുടെ ജീവിതവും ഒരു പ്രതികൂലത്തെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ഇടറി പോകുന്നെങ്കിൽ നമുക്ക് എൻഡ്യൂറൻസ് ഇല്ല. എന്നാൽ എന്ത് പ്രതികൂലം വന്നാലും, പ്രതികൂലത്തിന് വർദ്ധിച്ചാലും, കാറ്റ് എത്ര എതിരായിട്ട് അടിച്ചാലും, തീച്ചോള എത്ര ശക്തിയായി ചൂടാക്കിയാലും അതിനകത്ത് കടന്നു പോകാൻ വിശ്വാസി അതിനെ അതിജീവിക്കാൻ വിശ്വാസി പ്രാപ്തനാകുന്നത് കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്. അതാണല്ലോ ഇവിടെ പറഞ്ഞേ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ മക്കെദോന്യ സഭയെക്കുറിച്ച് പറഞ്ഞല്ലോ, കഷ്ടതയെന്ന കഠിനശോധനയിലായിരുന്നിട്ടും അതിലവർ മോഹം വാടിയില്ല, പതറിപ്പോയില്ല. പിന്നെ സന്തോഷ സമൃദ്ധി, മഹാദാരിദ്ര്യം, തങ്ങൾക്ക് പോലും ഒന്നുമില്ല. ആ സാഹചര്യത്തിലും മറ്റ് ധാരാളം ഔദാര്യം കാണിക്കത്തക്ക രീതിയിൽ, പ്രാപ്തിക്ക് മീതെ ചെലവിടത്തക്ക രീതിയിൽ അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. കഷ്ടതയിൽ അവർ ആനന്ദിച്ചു. അപ്പോൾ അതിജീവന ശക്തി ഉണ്ടാകുന്നത്, സഹിഷ്ണുത ഉണ്ടാകുന്നത് കഷ്ടതയിൽ കൂടെ. എനിക്ക് സ്ട്രോക്ക് വന്ന സമയത്ത്, 2ാമത്തെ സ്ട്രോക്ക് വന്ന് ഞാൻ തളർന്ന് കിടക്കുമ്പോൾ, അതിന് തൊട്ട് മുൻപ് വലത്തുവശം പൂർണ്ണമായി തളർന്ന് 1 മാസം ഞാൻ കിടപ്പിലായിരുന്നു. അതിനു മുൻപ് അന്ന് ഞാൻ കാര്യമാക്കിയില്ല, ചുമ്മാ തോന്നുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കർത്താവിനോട് പറഞ്ഞായിരുന്നു, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ നിന്നോടുകൂടെ ഞാൻ ഇരിക്കും, നദി നിൻ്റെ മീതെ കവിയത്തില്ല. തീയിൽ കൂടെ കിടക്കുമ്പോൾ നീ വെന്തു പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തുമില്ല. അപ്പോൾ വെള്ളത്തിലും തീയിലും 66-ാം സംഘത്തിലും ദാവീദ് പറഞ്ഞ്, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കിടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിജീവന ശക്തി നമുക്കുണ്ടാകുവാൻ അത് കാരണമാകും. ഞാൻ ഒരിക്കലും ഒരു പുസ്തകത്തിൽ വായിച്ച് ഓർക്കുന്നു, ശാസ്ത്രജ്ഞന്മാരെ ഒരു കൃത്രിമ ലോകം സൃഷ്ടിച്ചു. സകല വൃക്ഷങ്ങളും ചെടികളും എല്ലാം സൃഷ്ടിച്ചു കൃത്രിമമായിട്ട്. എല്ലാം നന്നായിട്ട് വളർന്നു, നല്ല മുഴുത്ത കായ്കളുണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ അതെല്ലാം ചായാൻ തുടങ്ങി, കൊമ്പുകളെല്ലാം ചായാൻ തുടങ്ങി, ഒന്നിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു കാര്യം അവർ ശ്രദ്ധിച്ചത്, അവിടെ കാറ്റില്ലായിരുന്നു. കാറ്റിനെ അവർ സൃഷ്ടിച്ചില്ല. ഇപ്പം കാറ്റടിക്കുമ്പോൾ മരങ്ങൾ ഒടിയുന്നു, ഒക്കെ ശരി. കാറ്റടിക്കുമ്പോൾ നാം അറിയാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നാം കാണാത്ത ഒരു കാര്യം നടക്കുന്നുണ്ട്. വൃക്ഷങ്ങളുടെ വേര് ആഴത്തിലോട്ട് പോവുക, ആഴത്തിലോട്ട്, ഒന്നിനൊന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അത് ആഴത്തിലോട്ട് പോവുക. ഇതുപോലെ പ്രതികൂലം കൂടുന്തോറും ക്രിസ്തുവിൽ നമ്മുടെ ബന്ധം ഉറയ്ക്കുക. അതല്ലേ പൗലോസ് പറഞ്ഞ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നവർ കഷ്ടതയോ ഉപദ്രവമോ ഇങ്ങനെ പട്ടിക തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ. എന്ത് വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേർപിരിക്കാൻ സാധ്യമല്ല. കാരണം ഓരോ പ്രതികൂലം വരുമ്പോഴും ആ ബന്ധം കൂടുന്നു. ഓരോ കാറ്റടിക്കുമ്പോഴും വേരാഴത്തിലും കർത്താവ് കൊലോസ്യത്തിൽ പറഞ്ഞത് 2-ാം അധ്യായത്തിലുണ്ടല്ലോ, കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവനിൽ നടപ്പീൻ, അവനിൽ വേരൂന്നി. ഓരോ സാഹചര്യം വരുമ്പോഴും ചെറിയ കാറ്റടിച്ചാലും വലിയ കാറ്റടിച്ചാലും വേരാഴത്തിലേക്ക് പോകുന്നു. അപ്പം സംഭവിക്കുന്ന ഇതാണ്, അതിജീവിക്കാൻ, അല്ലെങ്കിൽ അടുത്ത് വരുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ, അതിനെ അതിജീവിക്കാനുള്ള ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ വിശ്വാസിക്കും ഇത് തന്നെയാണ്. കഷ്ടത സഹിഷ്ണുത ഉളവാക്കെന്ന് പറഞ്ഞാൽ അതിജീവനത്തിനുള്ള, അല്ലെങ്കിൽ സഹനത്തിനുള്ള ശീലം ആ വ്യക്തിയിലുണ്ടാകുന്നു. അല്ലാത്തല്ല ഇൻക്യൂബേറ്റർ കോഴിക്കുഞ്ഞു പോലെ
ഇന്നങ്ങനെ കാണുന്നത്. ഇന്നത്തെ വിശ്വാസമെല്ലാം ആ നിലയിലാണ്. അപ്പോൾ രണ്ടാമത്, കഷ്ടത മൂലം ഉണ്ടാകുന്ന പ്രധാന ഒന്ന് വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. രണ്ട്, കഷ്ടത മൂലം ഉണ്ടാകുന്ന പ്രധാന ഗുണമാണ് നാം അതിജീവന ശക്തി പ്രാപിക്കുന്നു. ഒത്തിരി ഗുണങ്ങൾ കൊണ്ട് എല്ലാം ഒറ്റ വീഡിയോയിൽ വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തിയിട്ട് അടുത്തത് തുടങ്ങി. അപ്പോൾ നാം ഇന്ന് രണ്ട് കാര്യം ചിന്തിച്ചു. കഷ്ടത വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. കഷ്ടത നമ്മെ സഹിഷ്ണുള്ളവരാക്കുന്ന, അല്ലെങ്കിൽ അതിജീവന ശക്തി, ഓരോന്നിനെ അതിജീവിക്കാനുള്ള സഹനത്തിനുള്ള ശക്തി നമുക്ക് നൽകുന്നു. ഈ നാളുകളിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് വരുന്ന പ്രതികൂലങ്ങൾ ഏത് വിധത്തിലുള്ളതായാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് വരുന്നത് ഇനി വരുന്നതിനെ അതിജീവിക്കുന്നെങ്കിൽ ഇനി വരുന്നതിനെ നേരിടാനുള്ള കരുത്തുള്ളവരായി നാം മാറുന്നുണ്ടോ എന്ന് നോക്കാം. മാത്രമല്ല, നമ്മുടെ വിശുദ്ധീകരണത്തിന്, കർത്താവിൻ്റെ വിശുദ്ധി നാം പ്രാപിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയപിതാവേ, കഷ്ടത കൊണ്ടുള്ള നന്മകളെ തന്ന് ചിന്തിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഞങ്ങൾ ചിന്തിച്ചല്ലോ. വിശുദ്ധീകരണവും കർത്താവ് അതിജീവനത്തിലുള്ള കരുത്തും കഷ്ടതയാൽ ഞങ്ങൾക്കുണ്ടാകുന്നുവെന്ന് അവിടുത്തെ വചനത്തിൽ കണ്ടതുപോലെ ചിന്തിപ്പാൻ അങ്ങ് ഇടയാക്കിയല്ലോ. അതുപോലെ കഷ്ടതയുടെ മധ്യേ കർത്താവെ ഉറച്ചു നിന്ന് അങ്ങയുടെ വിശുദ്ധി പ്രാപിച്ച നാൾക്ക് നാൾ അങ്ങയെപ്പോലെ ആയിത്തീർന്ന് അങ്ങയുടെ വിശുദ്ധി പ്രാപിപ്പാൻ, മാത്രമല്ല നാഥ, പ്രതികൂലങ്ങളെ അതിജീവിച്ച് അങ്ങയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കത്തക്ക രീതിയിൽ സഹിഷ്ണുതയോടെ അതിനെ നേരിടത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവിടുന്ന് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.